അപ്പോൾ ഈ പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ മറ്റു ചിലർ കൂടി രംഗത്തെത്തുന്നുണ്ട്. ബിഷപ്പുമാർക്കും ദീപികയ്ക്കുമെതിരായ പി സി ജോർജിന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പരാമർശങ്ങൾ അപലപനീയമെന്ന് പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജോർജിന്റേത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായ പ്രതികരണമാണ്, BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിന്റെ ഉദാഹരണമെന്നും കുളത്തിങ്കൽ പ്രതികരിച്ചു. പി സി ജോർജിന്റെ പരാമർശത്തിൽ കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധം രേഖപ്പെടുത്തി. പി സി ജോർജിന്റെ പരാമർശങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പരാജയ ഭീതിയിൽ നിന്നും മനോനില തെറ്റിയതിന്റെ ഒരു വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ. രണ്ട്, അദ്ദേഹം ഇപ്പോൾ BJPയുടെ ദേശീയ സമിതി അംഗമാണ്. അപ്പോൾ BJPയുടെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ പ്രതികരണത്തിൽ നിന്നും അതുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് തികച്ചും അങ്ങേയറ്റം പ്രകോപനകരമായ നിലയിലാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഗൗരവമായി കാണുകയും കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ഏത് വിധേനയും ആക്ഷേപിക്കാം എന്നും മറ്റുമൊക്കെ പി സി ജോർജ് ധരിച്ചു വശമായിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ധാരണ തെറ്റാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയിലുള്ള സമീപനം ക്രൈസ്തവ സഭാ അംഗങ്ങളിൽ നിന്നുണ്ടാവും. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, പി സി ജോർജിന്റെ പ്രസ്താവന ഒരല്പം കടന്ന പ്രസ്താവന തന്നെയായിരുന്നു. സഭയടക്കം സംശയനിഴലിലാക്കുന്ന പ്രസ്താവനകൾ, അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റേത് മാത്രമല്ല, മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നടക്കം വലിയ പ്രതിഷേധം ഉയരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രസ്താവനയോട് എല്ലാവരും പ്രതികരിക്കുന്നത്? ജിൽസി, പി സി ജോർജിന്റെ വിവാദ പരാമർശങ്ങളിൽ, പ്രത്യേകിച്ച് UDF വേണ്ടി ബിഷപ്പുമാർ കുരയ്ക്കുന്നു അടക്കമുള്ള പരാമർശങ്ങളിൽ സഭാ നേതൃത്വത്തിന് ശക്തമായ എതിർപ്പുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സഭാ മേലധ്യക്ഷന്മാർക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷെ നേരിട്ടൊരു പ്രതികരണം ഇപ്പോൾ വേണ്ട എന്നതാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സഭയുടെ വിവിധ ആത്മായ സംഘടനകളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധവും വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ സംഘടനകളുടെയും കോൺഗ്രസിന്റെയും BJPയുടെയും CPMന്റെയൊക്കെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്നിപ്പോൾ പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന് ഉന്നതാധികാര സമിതി അംഗവുമായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പി സി ജോർജിന്റെ വിമർശനത്തിലൂടെ BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധ മുഖമാണ് തെളിഞ്ഞു കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന തികച്ചും അപലപനീയവും പ്രകോപനപരവുമാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കാം എന്നുള്ള പി സി ജോർജിന്റെ നീക്കത്തെ ഏത് വിധേനയും തടയും. അത്തരം നീക്കങ്ങൾ കേരളം പോലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറയുന്നത്. എന്തായാലും വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ദീപിക പത്രത്തിന്റെ വാർത്ത അല്പം മുമ്പ് നാം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഷോൺ ജോർജിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇതിൽ പേരെടുത്തല്ലാതെയുള്ള വിമർശനമാണ് വന്നിരിക്കുന്നതിനാൽ തന്നെ ഇത് തങ്ങൾക്കെതിരെയുള്ള വിമർശനമല്ല എന്നുള്ള നിലപാടിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അവരോടും പ്രതികരണം തേടുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തിൽ പി സി ജോർജിനും ഷോൺ ജോർജിനുമെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് പാലായിലെ BJP സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷോൺ ജോർജും അതോടൊപ്പം പൂഞ്ഞാറിലെ BJP സ്ഥാനാർത്ഥിയായ പി സി ജോർജും സഭാ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. ഷോൺ ജോർജ് ദീപിക പത്രത്തിനെതിരെയായിരുന്നു പ്രധാനമായും വിമർശനം ഉയർത്തിയത്. സഭാ മുഖപത്രമായ ദീപിക കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു, BJPയെ നിരന്തരം സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമായിരുന്നു ഷോൺ ജോർജ് ഉന്നയിച്ചതെങ്കിൽ കുറച്ചുകൂടി കടന്ന പ്രതികരണമായിരുന്നു പി സി ജോർജ് ഉന്നയിച്ചത്. ദീപിക മുഖപത്രം വായിക്കുന്നവർക്ക് മനോനില തെറ്റിയ ആളുകളാണ് എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. അതുകൂടാതെ UDF വേണ്ടി സഭാ മേലധ്യക്ഷന്മാർ കുരയ്ക്കുന്നു, കാഞ്ഞിരപ്പള്ളി ബിഷപ്പടക്കം UDF വേണ്ടി വോട്ട് ചെയ്യണമെന്ന് വിവിധ മഠങ്ങളിൽ വിളിച്ചു പറഞ്ഞു എന്നടക്കമുള്ള ഗൗരവതരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളുമാണ് അധിക്ഷേപവുമാണ് പി സി ജോർജ് ഉന്നയിച്ചത്. എന്തായാലും ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.